അമ്മ അമ്മ എവിടെ നിൽക്കായിരുന്നു? അമ്മ ഞാൻ എവിടെയൊക്കെ നോക്കി. ഞാനേ ഈ പ്ലാവ് ഇങ്ങനെ നോക്കോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുഞ്ഞായിരുന്ന സമയത്തുണ്ടല്ലോ ശ്വേത, ഇവിടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം രാവിലെ തന്നെ ഇവിടെ വന്ന് കഞ്ഞിയും കറിയും കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ശരിയാക്കും. അന്ന് നമ്മുടെ പിള്ളേരുടെ പ്രധാനപ്പെട്ട ഒരു കളിയായി ഈ കഞ്ഞിയും കറിയും കളി. അന്ന് നമ്മളതിൽ ഇങ്ങനെ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമോ കളിപ്പാട്ടോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾ വന്ന് ചെറിയ ചെറിയ ചിരട്ടയും കുറച്ച് കിട്ടുന്ന പാത്രങ്ങളൊക്കെ സെറ്റാക്കും. എന്നിട്ട് ഞങ്ങൾ വേണ്ട ഈ പ്ലാവില എടുത്തിട്ട് ഇതിനെങ്ങനെ ചുരുട്ടിയിട്ട് വേണ്ട ഇങ്ങനെ ആക്കി ഈർക്കിലോ എന്തെങ്കിലും എടുത്തിട്ട് ഇതിലിങ്ങനെ കുത്തി ഞങ്ങളൊരു സ്പൂണും സെറ്റാക്കും. കുറേ സ്പൂണൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇതേ കണ്ടോ, ഇങ്ങനെ ഞങ്ങൾ സ്പൂൺ ഉണ്ടാക്കുന്നത്. ഇതായിരുന്നു ഞങ്ങൾ അന്നത്തെ സ്പൂണ്. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല രസമുണ്ടത്. ആ, ഈ പ്ലാവ് കണ്ടോ എന്തോരം വലിപ്പം വെച്ചല്ലേ. അന്ന് ഇത്രയൊന്നും വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്ലാവ് ഉണ്ടല്ലോ ഏകദേശം 100 വർഷം വരെ അതിന് ആയുസുണ്ടെന്നാ പറയുന്നത്. നിനക്കറിയാവോ ഈ പ്ലാവ് ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയാണ് ഈ പ്ലാവിന്റെ ജന്മദേശം എന്ന് പറയുന്നത്. ഇതിനായിട്ടുള്ള ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്കയിലൊക്കെയാണ് ഈ പ്ലാവിന്റെ ജന്മദേശം എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയില് നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ പുരാണങ്ങളില്, ഋഗ്വേദത്തില്, മഹാഭാരതത്തിലൊക്കെ പ്ലാവിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട് കേട്ടോ. നിനക്കൊരു കാര്യം അറിയാമോ? കൃഷ്ണ ഭഗവാനില്ലേ, കൃഷ്ണന്റെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് ഈ ചക്ക എന്ന് പറയുന്നത്. എങ്ങനെ? അമ്മ അതാ ഇവിടെ ഒരു എലിയുടെ പൊത്തുമുണ്ട്. ആ, എലി മാത്രമല്ല, പലതരത്തിലുള്ള ഉറുമ്പുകള്, പക്ഷികള്, ചിതല്, എല്ലാത്തിൻ്റെ ഒരു താമസ സ്ഥലമാണ് കേട്ടോ ഇത്. അമ്മ ഇവിടെ തത്തയും പ്രാവും എല്ലാം ഞാൻ വരുന്ന കണ്ടിട്ടുണ്ട്. ആ, ഇവിടെ അണ്ണാനും തത്തയും പ്രാവും ഇവരുടെ എല്ലാ താമസ സ്ഥലവും ഭക്ഷണവും ഒക്കെ ഈ പ്ലാവ് തന്നെയാണ് കേട്ടോ. എന്തോരം വലിപ്പം അല്ലേ ഇതിന്. ശിവത അത് ഇളക്കരുത് കേട്ടോ. അതിനിടയിൽ ഒത്തിരി കുഞ്ഞു കുഞ്ഞു ചിതലുകളും ഒക്കെ ജീവിക്കുന്നുള്ളതാണ്. ഇതിൻ്റെ തടിയുണ്ടല്ലോ, പുതിയ പുതിയ വീടുകളൊക്കെ ഉണ്ടാക്കാനായിട്ടേ ഈ പ്ലാവിൻ്റെ തടി എടുക്കാറുണ്ട്. ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിലൊക്കെ മുടിയേറ്റിനൊക്കെ ഉണ്ടാക്കുന്നതേ ഈ പ്ലാവിൻ്റെ തടി എടുത്തിട്ടാണ് കേട്ടോ. ഇത് കണ്ടോ ശിവത, പുതിയ കുഞ്ഞൻ ചക്കകളാ. കണ്ടായിരുന്നോ? ഇത് കാണാൻ ഒരു രസമില്ല. പക്ഷെ രസമില്ലെങ്കിലും ഈ ചക്ക എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ മുള്ള് ചെത്തിക്കളഞ്ഞത് തൊട്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇത് എല്ലാം, അതിൻ്റെ ചുളയാവട്ടെ, അതിൻ്റെ കുരു ആവട്ടെ, എല്ലാ ഭാഗങ്ങളും ഉണ്ടല്ലോ നമുക്ക് എഡിബിളാണ്. ഇത് കഴിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. ഇത് ഭംഗി മാത്രമല്ല നോക്കേണ്ടത്, ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ ബി, സി, കൂടാതെ മിനറൽസ് ആയിട്ടുള്ള പൊട്ടാസ്യം, മെഗ്നീഷ്യം, കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ്, വളരെ കൂടുതലായിട്ട് ഫൈബർ ഉണ്ടല്ലോ, നമ്മുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന നാരുകൾ ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ചക്ക. അപ്പോൾ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് ചക്ക. അതുകൂടാതെ ഇതിന് ആൻറ്റി ക്യാൻസറിങ് ഏജൻ്റായിട്ട്, ഇതിന് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി ചക്കയ്ക്കുണ്ടെന്ന് ചില അമേരിക്കൻ സയൻറ്റിസ്റ്റുകൾ പഠനം നടത്തിയിട്ട് കണ്ടെത്തിയതായിട്ട് അമ്മ ഒരു മാഗസീനിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക ഒരു നിസ്സാരക്കാരനാണോ? അല്ല. അതുകൊണ്ട് ഫ്രണ്ട്സ്, നിങ്ങൾ ആരും ചക്ക കഴിക്കാതിരിക്കരുത്, വെറുക്കാനും പാടില്ല. ഇനി ഈ പ്ലാവിനെയൊക്കെ സംരക്ഷിക്കേണ്ടതേ കണ്ണൻ്റെയൊക്കെ ഉത്തരവാദിത്തമാണ്. നിങ്ങളെ തലമുറ വേണം ഇനി ഇതിനെയൊക്കെ കാത്തു സൂക്ഷിക്കാൻ. ഇതിലൊത്തിരി കണ്ടോ ഈ ജീവജാലങ്ങളെയും പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ ഇങ്ങനത്തെ സസ്യങ്ങളിലൂടെ. അതുകൊണ്ട് ഇവയൊക്കെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇനി. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ചക്ക വിശേഷം പഠിച്ചു അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ.